ഹലോ ഗൈസ്, അപ്പോൾ അതെ നമ്മൾ റെഡിയായി. ഞാനുണ്ട്, പാറുണ്ട്, അവനുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ റെഡിയായിട്ട് അമ്പലത്തിൽ പോകണതേ. ചേച്ചിമാരൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അതെ അവരെല്ലാം ഓട്ടോയിൽ വരികയാണ്. ജയേഷുവിൻ്റെ ഓട്ടോയിൽ വരും. അപ്പോൾ എല്ലാവരെയും കൊണ്ടുവന്ന് ഓച്ചറ കൊണ്ടുവന്ന് ഇറക്കി. പണ്ടില്ല സ്കൂളിൽ പിള്ളേരെ കൊണ്ടുപോകുന്നപോലെ എല്ലാവരെയും കൊണ്ടുവന്ന് ഇറക്കി. അപ്പോൾ അതെ അപ്പച്ചി, പാറു, അമ്മു, അഭിച്ചേച്ചി, അതുപോലെ തന്നെ രമ്യ ചേച്ചിയുടെ കുഞ്ഞുങ്ങൾ 2 പേര്, പിന്നെ അതെ എൻ്റെ ദച്ചാപ്പു. അപ്പോൾ എല്ലാവരും കൂടെ വന്ന് കറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കുലുക്കി കുടിക്കാൻ വേണ്ടി വന്ന്. പിള്ളേർക്ക് ആർക്കും കൊടുത്തില്ല, കാരണം എല്ലാവർക്കും തണുപ്പ് പറ്റത്തില്ല. അങ്ങനെ ദാണ്ട് ദച്ചപ്പുവാണെങ്കിൽ അവൻ്റെ തോളയിൽ കയറിയിരുന്ന് പോവാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടം, ഇങ്ങനെ കറങ്ങിയാൽ മതി. അല്ലേ 2 പേരും കൂടെ കുഞ്ഞിനെ കളിപ്പിച്ചൊക്കെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. പിന്നെ ഒരാളിതേ ഉറങ്ങി, വേദയാണെങ്കിൽ ഉറങ്ങി വീണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ ഓരോ കടയൊക്കെ ഇങ്ങനെ കയറി വന്നു. പിന്നെ അപ്പച്ചിക്ക് അമ്പലത്തിൽ കയറണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അമ്പലത്തിൻ്റെ അകത്തും പോയായിരുന്നു. അതെ അമ്പലത്തിൻ്റെ അവിടെയൊക്കെ കയറി. പിന്നെ പിള്ളേരെ റൈഡിൽ കയറ്റാൻ വേണ്ടി പോയി. ഇതുകൊണ്ട് ഗൈസ് എൻ്റെ പൊന്നുമോന് സീൻ സാധനം. കയറുന്നവൻ എന്തുവായാലും ഒന്ന് പേടിക്കും. അങ്ങനെ അതൊക്കെ ഒന്ന് കണ്ട്. പിന്നെ പിള്ളേരെ കണ്ട് വേദയും ആദ്യൻ്റെയും രമ്യച്ചിയുടെ മക്കളാണ്. അവർ 2 നമ്മൾ ഇതിനകത്ത് മിക്കി മൗസിനകത്ത് കയറ്റിവിട്ട് ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് കാണാം ഒരു ചേട്ടൻ്റെ കെയറിങ്. ചേട്ടൻ താണ്ട് പിടിച്ചൊക്കെ കയറ്റി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ 2 പേരും കൂടെ നേരെയൊക്കെ വരുന്നുണ്ട്. അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു ഗൈസ്. അവൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങി. 2 പേരും കൂടെ ഇറങ്ങി വരുന്ന കാണാനൊക്കെ നല്ല രസമുണ്ട്. ഒരു ചേട്ടനായ അനിയത്തിമാരിങ്ങനെ നോക്കണം. കണ്ട ഇപ്പം തന്നെ അവൻ എന്ത് കെയറിങ് ആയിട്ടാണ് അവളെ നോക്കുന്നത് കണ്ടല്ലോ. എന്ത് സ്നേഹമായിട്ടാണ് അവളുടെ. ഇങ്ങനെ വലിയ ചിരിയൊന്നുമില്ല. അവൾ കുറച്ച് നേരം അതിനകത്ത് നിന്നു. പിന്നെ അവൾ അതുപോലെ തന്നെ ഇങ്ങനെ ഇറങ്ങി വന്നു. പിന്നെ ആദ്യമൊക്കെയാണെങ്കിൽ ഈ റൈഡിനകത്ത് കയറണമെന്നുണ്ടേ അവനെ അതിനകത്ത് കയറ്റി വിട്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും പാറുവും അമ്മും അവന്മാർ 2 പേരും കൂടെ ഞങ്ങൾ രാത്രി ആയപ്പോഴത്തേക്കൊന്ന് ഞങ്ങൾക്കാണെങ്കിൽ ആ പെൻഡുലത്തിലൊന്ന് കയറണമായിരുന്നു. അങ്ങനെ ദേ വന്നു. അപ്പോഴത്തേക്ക് ഒരാൾ ഒറ്റയ്ക്ക് നടന്നൊക്കെ അങ്ങ് പോവാണ്. എന്തോ ആലോചിച്ചുകൊണ്ട് എങ്ങോട്ടോ പോകുന്നു. പാറുവാണെങ്കിൽ പറയാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എന്നെ ഇടയ്ക്ക് ഇങ്ങനെ ബാക്കിലിട്ടൊക്കെ അത് വിളിക്കണം, കുറച്ച് പോസൊക്കെ ഇടാന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ്. അപ്പോഴത്തേക്ക് ഒരാൾ നടന്നങ്ങ് പോയി. കുറേ നാൾ വരുന്നുണ്ടോയെന്ന് പോലും ദേവൻ പോയിട്ട് പിന്നെ തിരിച്ചു വന്നു. അങ്ങനെ അപ്പോഴത്തേക്ക് അവിടെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം മഴയൊക്കെ ഒന്ന് മാറി ക്ലൈമറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അതായത് നമ്മൾ പെൻഡുലത്തിൽ കയറാൻ പോവാണ്. അങ്ങനെ പോയി ടിക്കറ്റൊക്കെ എടുത്ത് 120 രൂപ കൊടുത്ത് 150 രൂപ, സോറി ഗൈസ് 120 അല്ല 150 രൂപ കൊടുത്ത് നമ്മൾ കയറാൻ പോവാണ്. കയറുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ ഗൈസ്, ഇറങ്ങുന്ന വീഡിയോ ഇല്ല, കാരണം ബോധം പോയി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.